ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ലോഗ് ഗൈസ്. ഇന്ന് ഏകദേശം ഫ്രൈഡേ ആണ്. അപ്പം ഞാൻ അതുപോലെ രാവിലെ വർക്കൗട്ടിന് വേണ്ടി റണ്ണിങ് സെഷന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഗൈസ് ഭയങ്കര തണുപ്പ്, അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ട് ക്രിസ്മസൊക്കെ വരാൻ പോവുകയില്ലേ, അതിൻ്റെ തണുപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വീട്ടിൽ നിന്ന് ഏകദേശം ഡോറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി കോഫി കുടിച്ചിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഒരു കേസ് അപ്പോൾ നമുക്ക് കോഫി കുടിക്കാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 6:22 ആയിട്ടുണ്ട്. അപ്പം ഒരു കേസ് നമുക്ക് അകത്ത് പോയി കുറച്ച് വാമപ്പൊക്കെ ചെയ്ത് ഇന്ന് റണ്ണിങ് സെഷനാണ് ഇന്നത്തെ ഡ്രിൽസ്. അപ്പം അതിൻ്റെ വിഷ്വൽസ് എന്തായാലും ഞാൻ ഇന്ന് കാണിച്ചു തരാം ഗൈസ്. ഇന്ന് പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജിം പോഡ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അത് വെച്ച് ഞാൻ കുറച്ച് വിഷ്വൽസ് എടുക്കാം. ഗൈസ്, ഒന്നും പറയാനില്ല, നല്ല വർക്കൗട്ടായിരുന്നു. നല്ല ടയേർഡായി, നല്ല എക്സസൈസായി, എല്ലാം വർക്കൗട്ടായിരുന്നു. ഒരു 2 സെറ്റ് ചെയ്തപ്പോൾ തന്നെ ബാക്കിലെ ഹാംസ്ട്രിങ്സും കാര്യങ്ങളൊക്കെ നല്ല പിടുത്തമുണ്ട്. നമ്മളെ ബാക്കിൽ താണ്ട ആയിട്ട് പോകാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഒന്നും കൂടെ നമ്മുടെ ജോസേട്ടൻ്റെ അവിടെ മസാജിന് പോകണം. ബാക്കും കാര്യങ്ങളൊക്കെ വേണ്ടി ടൈറ്റാണ്, സെറ്റാവാണ്ട് ബോഡിയൊക്കെ സെറ്റായി വരും. ഇപ്പോൾ ഗൈസ് റണ്ണിങ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പോകുന്നത് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളു ഗൈസ്. ആദ്യത്തെ പോകാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാടാ, പയ്യൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. സ്ട്രെച്ച് ചെയ്യണോ അല്ലേ? അങ്ങനെ നമ്മൾ പ്രാക്ടീസ് മോർണിംഗ് നമ്മുടെ റണ്ണിങ് സെഷനും റണ്ണിങ് സെഷനും കുറച്ച് ബോളിംഗ് ഡ്രിൽ സെഷനും എല്ലാം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിൽ എത്തി. ഇപ്പം ഏകദേശം 12 മണി ആവാൻ പോകുന്നുണ്ട്. നമ്മൾ ഷിഫ്റ്റിന് ഇറങ്ങാൻ വേണ്ടി സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ചെറിയൊരു 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ സംസാരിച്ച് വ്ലോഗ് ചെയ്യാറില്ല, ഭയങ്കര ക്യാമറ ഫിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ എനിക്കത് മാറി, എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ഡേ ബൈ ഡേ വ്ലോഗ് ഇടുന്നവരും ഇമ്പ്രൂവ്മെൻറ്റ്, എന്ത് കാര്യം ചെയ്താലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി ഗൈസ്. അപ്പം എന്താ പറഞ്ഞു വെച്ചാന്ന് വെച്ചാൽ അതിൻ്റെ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തി കുറച്ച് നേരം വിശ്രമിച്ചു, റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത പാർട്ട് ടൈം ഷിഫ്റ്റിന് വേണ്ടി ഇറങ്ങാൻ സമയം ആസ് യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഈ എല്ലാ വ്ലോഗ് ഏകദേശം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. കാരണം എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ലൈഫ് സ്റ്റൈൽ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ലൈഫ് എങ്ങനെയാണ് അതല്ല രീതി കൂടെ ഞാൻ ചെറിയ ക്ലിപ്സ് ആയിരുന്നാലും ഞാൻ കാണിക്കുകയാണ് ഡേ ബൈ ഡേ എങ്ങനെ ആയിരിക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ്
അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് നമ്മുടെ പതിവ് പോലെ നമുക്ക് ഷിഫ്റ്റിന് ഇറങ്ങാം. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട് ടൈം ഷിഫ്റ്റിന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം കൊടുക്കേണ്ട സ്ഥലം ആർടെക് എംപയർ എന്ന ഫ്ലാറ്റാണ്, പാറ്റൂരിലാണ്. അപ്പോൾ ഏകദേശം 10th ഫ്ലോറിലാണ് കൊടുക്കേണ്ടത്. നമുക്ക് എന്തായാലും കൊണ്ട് കൊടുക്കാം. എന്തായാലും ഷിഫ്റ്റിന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സ്റ്റാർട്ടായിട്ടുണ്ട്. ആണേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ആ എന്ന് പറയാൻ അങ്ങനെ ഉച്ചക്കത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം 2.5 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം 2.5 മണിക്കൂർ വർക്ക് ചെയ്തേശം ഏകദേശം 650 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ ഇവിടുന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ഈവനിങ് ഷിഫ്റ്റിന് ഇറങ്ങാനാണ്. അപ്പം ഇവിടെ ഈവനിങ് ഷിഫ്റ്റ് വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ചെയ്യേണ്ട വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പം അതിൻ്റെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നൈസായിട്ട് ചെറിയൊരു കേക്ക് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ഈവനിങ് ഷിഫ്റ്റിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്ന് ഈവനിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയില്ല. അപ്പം അതെന്തെന്ന് വെച്ചാൽ കുറച്ച് രാവിലെ തന്നെ നമ്മൾ 2 സെഷൻസ് ചെയ്തു. ഓൾറെഡി റണ്ണിങ് സെഷനും ചെയ്ത് ബോളിംഗ് ഡ്രിൽസും ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഈവനിങ് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എടുത്തു. അപ്പം ബാക്കി ഞാൻ ഈവനിങ് ഷിഫ്റ്റ് ഇറങ്ങുമ്പോൾ കാണിക്കാം. പിന്നെ ഗൈസ് ഉച്ചയ്ക്ക് ഞാൻ ഫുൾ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. ഭയങ്കര മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് ഒന്നും എടുത്തില്ല. കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തോളൂ. അപ്പോൾ രാത്രി പറ്റുമെങ്കിൽ മഴ ഇല്ലെങ്കിൽ ഞാൻ ഫുൾ വിഷ്വൽസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഫുൾ ഡേ ഏണിങ്സ് എത്ര ആയിരിക്കുന്നു. അപ്പൊ 4 വർഷം നമ്മൾ ഇന്നലെ നമ്മൾ ചെയ്യേണ്ട വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇന്നലെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അവരെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിവ് പോലെ നമ്മൾ പാർട്ട് ടൈം ഷിഫ്റ്റിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ചെയ്ത്. ഇന്നലെ പാർട്ട് ടൈം ഷിഫ്റ്റ് നൈറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഹെവി റെയിൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഗോപ്രോ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട വിഷ്വൽസ് നിങ്ങളെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്കറിയാം. പക്ഷേ കുറച്ച് നാളും കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഗോപ്രോ എന്തായാലും മേടിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ മാക്സിമം കൂടെ എൻഗേജ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് എപ്പോഴും ഓൺ ആയിരിക്കണം. ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പാറ്റേണിലൂടെയാണ് പോകുന്നത്. അതിൽ എനിക്കറിയാം. ഞാൻ എന്തായാലും ഇനിയും കൂടുതൽ ഓരോ വ്ളോഗ് ചെയ്യുന്നവരെ മെച്ചപ്പെട്ട് വരും ഗൈസ്. അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ചേട്ടാൻ ചേച്ചി. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി, 4th വെഡ്ഡിങ് ആനിവേഴ്സറി ചേട്ടാ ആൻഡ് ചേച്ചി. അപ്പോൾ എൻ്റെ പാർട്ട് ടൈം ഷിഫ്റ്റിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ സ്ക്രീനിലേക്ക് കാണിക്കാം. അങ്ങനെ ഇന്നലെ എനിക്ക് ഔട്ട്ഡോർ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ എന്തായാലും ലേറ്റായി. വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായി. അപ്പോൾ അങ്ങനെ വീഡിയോ ഔട്ട്ഡോർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ മോർണിംഗ് ആണ് ഈ ഔട്ട്ഡോർ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു 2 കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കിപ്പം എൻ്റെ യൂട്യൂബ് ഫാമിലി ഓൺലി 250 മെമ്പേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. സൗരവ് ജോഷി ഈസ് മൈ റിയൽ ടൈം മോട്ടിവേറ്റർ. എൻ്റെ റോൾ മോഡലാണ് യൂട്യൂബിൽ. ഓക്കെ ഗൈസ്. അപ്പോൾ സൗരവ് ജോഷിക്ക് ഒന്നുമില്ലായ്മ നിന്ന് വെറും മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഇത്രയും സ്വന്തമായിട്ട് ഫാമിലിക്ക് പോവാൻ പ്രൈവറ്റ് ജെറ്റ് ആ ലെവൽ വരെ സൗരവ് ജോഷി ആയിട്ടുണ്ട്. ഹീ ഈസ് എ സക്സസ്ഫുൾ യൂട്യൂബർ ആൻഡ് ബ്ലോഗർ. ചുമ്മാ ഒന്നും കിട്ടിയതല്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെടലും കളിയാക്കലുകളും പരിഹാസവും എല്ലാം കേട്ട് സഹിച്ച്
അവന് സ്വന്തം സെൽഫ് ബിലീഫ് കൊണ്ടാണ് അവൻ ഇത്രയും ഹയർ ലെവലിൽ എത്തിയത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അവന്. 10 or 20 മില്യൺ ഫോളോവേഴ്സ് ഐ തിങ്ക്, അത്ര എന്തോ ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഹാറ്റ്സ് ഓഫ് സൗരവ് ജോഷി, യു ആർ മൈ റോൾ മോഡൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ 250 സബ്സ്ക്രൈബേഴ്സും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനാണ് ഞാൻ ഇനി ഈ പറയാൻ വേണ്ടിയാണ് വന്നത്. ഗൈസ്, വൺ ഡേ, ഒരു നാൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ പോർഷ 911 ഞാൻ മേടിച്ചിരിക്കും. അത് എൻ്റെ ഈ ഒന്നുമില്ലായ്മ സമയത്ത് എൻ്റെ 250 സബ്സ്ക്രൈബേഴ്സിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു തരമായിട്ടുള്ള ഇൻകമും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇത്രയും കോൺഫിഡൻസോടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഗൈസ്, എനിക്കറിയാം ഞാൻ സക്സസ്ഫുൾ യൂട്യൂബറും ബ്ലോഗറും ഒക്കെ ആവുമെന്ന്. എല്ലാവരും സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ഈ കാര്യം പറയാണ് ഗൈസ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഞാൻ വൺ ഡേ ഞാൻ പോർഷ 911 വാങ്ങുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇപ്പോഴേ പറയാണ് ഗൈസ്, ഞാൻ വൺ ഡേ, ഒരു നാൾ ഞാൻ എൻ്റെ വീട്ടിൽ പോർഷ 911 മേടിച്ചിരിക്കും. നിങ്ങൾ നോക്കിക്കോ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ദിസ് ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ വീഡിയോ. ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോ ഇതായിരിക്കും. കാരണം ഞാൻ ഡെയിലി ഇത് കാണും. അപ്പം ഞാൻ ഡെയിലി കാണുന്ന കുറച്ച് പോർഷ 911 മൊമെന്റ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. വരൂ ഗൈസ്, നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം പോർഷ 911. അപ്പൊ അത് മനോഹരമായ പോർഷ 911 വീഡിയോയുടെ ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് എൻഡ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ നെക്കിക്കോ.